വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പിക്കിളിന്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് അച്ചാറ്. അപ്പോ ബീഫിന്റെ അച്ചാറാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പിക്കിൾ പൗഡർ, ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോ അതിലേക്ക് വേണ്ട ഒരു മസാലകളും നമ്മൾ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മൾ മന്തിയിലേക്ക് ഒരു മസാല പൊടിച്ച് വെക്കാറുണ്ട്. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. ബീഫ് മസാല എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ മസാലയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിക്കിൾ പൗഡർ നമ്മൾ ലാസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ബീഫ് വേവിച്ച് വെക്കണം. അപ്പൊ നന്നായി വേവിച്ചതിന് ശേഷം 2 വിസിലും മതിയാവും കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്യും വേണം. അപ്പോൾ 2 വിസിലും മതിയാവും. വേവുള്ള ബീഫാണെങ്കിൽ 2 വിസില് അല്ലെങ്കിൽ 1 വിസില്. അപ്പൊ നമ്മൾ ചൂടായ എണ്ണയിലേക്ക്, ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് അതിന്റെ കളറൊക്കെ അങ്ങനെ. പക്ഷെ ഇതിലുണ്ടാക്കിയ അച്ചാറൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കേട്ടോ ഉമ്മമ്മയൊക്കെ പറഞ്ഞത്. അപ്പൊ അതോട്ടാണ് അതിലുണ്ടാക്കിയത്. നമുക്ക് ഇതിനെ പറ്റിയിട്ട് വല്ലാതെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അച്ചാറിടുന്നത്. അവരിങ്ങനെ പറഞ്ഞു തന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. ബീഫ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മസാല തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മന്തിയിലേക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മസാല, പിന്നെ മല്ലിപ്പൊടി. അപ്പോൾ അത്രയാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ, വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു മുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് എരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എരിയും കൂട്ടി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് എരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സിർക്ക കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. കുറച്ച് മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അതായത് വിനാഗിരി. നമ്മളെ നാട്ടിൽ സിർക്ക എന്നാട്ടോ പറയാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മന്തിയുടെ മസാല എങ്ങനെയാന്ന് വെച്ചാൽ പച്ചമല്ലിയും, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളകും, വറ്റൽ മുളകും ഒക്കെ വറുത്ത് പൊടിച്ചൊരു പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അച്ചാറായ കുറച്ച് എരിയൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ പിക്കിൾ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റേന്റെ പിക്കിൾ പൗഡറാണ്. അപ്പോൾ അത് നല്ല സ്മെല്ലാണ് കേട്ടോ. മറ്റ് അച്ചാർ പൊടികളേക്കായും നല്ലൊരു സ്മെല്ലാണ് ഈസ്റ്റേന്റെ. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ വഴിച്ചിട്ടുണ്ടാവും കേട്ടോ. കറിവേപ്പിലയുടെ ഒക്കെ സ്മെല്ല് നല്ല പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാറിൽ ചേർത്ത് കൊടുത്താൽ. പിന്നെ നമ്മൾ വിനാഗിരി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് കടു വറുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ലാസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. ചിലർ ഫസ്റ്റൊക്കെ ചെയ്തും നമ്മളിത് ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടു ഇട്ട് വറുത്ത് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടെടുത്ത് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് പാരും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ നമുക്കിത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റണം. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അച്ചാറൊക്കെ. നമ്മൾ ആദ്യമായിട്ടാണ് ബീഫ് അച്ചാർ ട്രൈ ചെയ്ത് നോക്കുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ പിക്കിളില്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പിക്കിളാണ് കേട്ടോ. നമ്മളിത് കുറച്ച് ഡീറ്റെയിൽ ആയി എടുത്തോട്ടാണ് ഇത്ര ലാഗായത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും
പറ്റിയ ഒരു പിക്കിളാണ് കേട്ടോ. ഈ ബീഫിന്റെ നല്ല ടേസ്റ്റിയാണ്. ഇത് കുറെ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ എണ്ണയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അതായത് മായം ചേർക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ അച്ചാറൊക്കെ കുറച്ചും കൂടി നമുക്ക് വിഷാംശം ഇല്ലാതെ കഴിക്കാം. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. വീട്ടിൽ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറായിരുന്നു. നമ്മളിത് ബൗളിൽ നിന്ന് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതായത് ചില്ലിൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ കുപ്പിയിൽ തന്നെ ഇട്ടേക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുറേ കാലം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.